ശിവഭഗവാൻ കുഷ്ഠരോഗിയുടെ രൂപത്തിൽ വന്ന കഥ അറിയാമോ? ഒരിക്കൽ ശ്രാവണമാസത്തിൽ ഭഗവാൻ ശിവനും പാർവതിദേവിയും കൈലാസ പർവ്വതത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പാർവതിദേവി ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ചിലർ ശിവലിംഗത്തിൽ പാലഭിഷേകം ചെയ്യുന്നു, മറ്റു ചിലർ ജലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ പാർവതിദേവി ഭഗവാനോട് ചോദിച്ചു, പ്രഭു, ഭൂമിയിലെ ഈ മനുഷ്യരെല്ലാം അങ്ങേക്ക് ഇത്രയധികം പാലും ജലവും മറ്റും അർപ്പിക്കുന്നുണ്ടല്ലോ, ഇതിന് അവർക്ക് എന്ത് ഫലമാണ് ലഭിക്കുക? ദേവി, ശ്രാവണമാസത്തിൽ എനിക്ക് ജലം അർപ്പിക്കുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആര് എനിക്ക് ജലം അർപ്പിക്കുന്നുവോ അവർ സ്വർഗലോകം പ്രാപിക്കും. പ്രഭു, അപ്പോൾ ഈ ലക്ഷക്കണക്കിന് ആളുകൾ ജലം അർപ്പിക്കുന്നുണ്ടല്ലോ, ഇവർക്ക് എല്ലാവർക്കും സ്വർഗം ലഭിക്കുമോ? ശരീരശുദ്ധി കൊണ്ട് അർപ്പിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് മനഃശുദ്ധി കൊണ്ട് അർപ്പിക്കുന്നത്. മനഃശുദ്ധി കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് എന്ന് എങ്ങനെ അറിയുവാൻ കഴിയും? അതിനുവേണ്ടി നമുക്ക് ഭൂമിയിലേക്ക് പോകാം. അവിടെ വെച്ച് ദേവിയുടെ സംശയം ഞാൻ തീർത്തു നൽകാം. അങ്ങനെ ഭഗവാൻ ശിവൻ ഒരു കുഷ്ഠരോഗിയുടെ രൂപം സ്വീകരിക്കുകയും പാർവതിദേവി ഒരു സുന്ദരിയായ സ്ത്രീയുടെ രൂപം ധരിക്കുകയും ചെയ്തു. അവർ രണ്ടുപേരും ഒരു ശിവക്ഷേത്രത്തിന്റെ പുറത്തു പോയിരുന്നു. അവിടെ എത്തിയപ്പോൾ പാർവതിദേവി അതുവഴി പോകുന്ന ഭക്തരോടൊക്കെ പറഞ്ഞു, ഞാൻ വളരെ പാവപ്പെട്ടവളാണ്, ഇത് എന്റെ ഭർത്താവാണ്. ഞാൻ അദ്ദേഹത്തെ ചുമലിലേറ്റി ഇവിടെ വരെ കൊണ്ടുവന്നതാണ്. ഈ ക്ഷേത്രത്തിന് വലിയ മഹത്വമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ എന്റെ ഭർത്താവിന്റെ കൈകൊണ്ട് ഒരു കുടം ഗംഗാജലം സമർപ്പിച്ചാൽ അദ്ദേഹം സുഖം പ്രാപിക്കുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ വളരെയധികം തളർന്നിരിക്കുന്നു. ഞങ്ങൾക്ക് കുറച്ചു സഹായം ചെയ്യാമോ? അതുവഴി പോയ ഓരോരുത്തരും ആ കുഷ്ഠരോഗിയെ കണ്ട് വെറുപ്പോടെ ദൂരെ മാറിപ്പോകുകയും മറ്റു ചിലർ പാർവതിദേവിയോട് പറയുകയും ചെയ്തു, നീ ഇത്ര സുന്ദരിയായിട്ടും എന്തിനാണ് ഈ രോഗിയുടെ കൂടെ നടക്കുന്നത്? ഇവനെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ കൂടെ വരൂ. അങ്ങനെ സമയം സന്ധ്യയോടെ അടുക്കാറായപ്പോൾ അവിടെ ഒരു പാവപ്പെട്ട തൊഴിലാളിയായ ഒരു യുവാവ് എത്തി. അയാൾ പാർവതിദേവിയോട് ചോദിച്ചു, അമ്മേ, എന്താണ് കാര്യം? നിങ്ങൾ എന്തുകൊണ്ടാണ് ദുഃഖത്തോടെ ഇരിക്കുന്നത്? പാർവതിദേവി തന്റെ കഥ മുഴുവൻ ആ യുവാവിനോട് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഗലീഗത്തിൽ സ്വന്തം ഭർത്താവിനെ ഇത്രയധികം ശുശ്രൂഷിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ നിങ്ങളുടെ ഭർത്താവിനെ എന്റെ ചുമലിലെടുത്ത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ദർശനം നടത്താം, അതുപോലെ ജലം സമർപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ ആ നല്ലവനായ യുവാവ് കുഷ്ഠരോഗിയുടെ രൂപത്തിൽ ഇരുന്ന മഹാദേവനെ തന്റെ ചുമലിൽ എടുത്ത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ദർശനം നടത്തി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ശിവഭഗവാൻ പാർവതിദേവിയോട് പറഞ്ഞു, ദേവി നോക്കൂ, ഈ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് മനഃശുദ്ധിയോടെ ജലം അർപ്പിച്ച ഈ യുവാവിനെ പോലുള്ളവരാണ് സ്വർഗം പ്രാപിക്കുക.